ധൈര്യത്തോടെ നമുക്ക് ആശയും ആശ്രയവുമായി നിൽക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന സംവിധാനങ്ങളാണ് ഈ പറയുന്ന സിസ്റ്റങ്ങളെല്ലാം എന്ന് എഴുതി തള്ളുന്നത്. എന്തു ചെയ്യാൻ കഴിയും? അർപ്പിച്ചു അല്ലെങ്കിൽ വിശ്വാസം അർപ്പിച്ചതിന്റെ ഫലമായിട്ടാണല്ലോ രണ്ടാമത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. പക്ഷേ എനിക്കറിയാം ഇവിടെ ആ പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവ് തന്നെ വന്നിരുന്നിട്ട് ഇത്രയും പരിഹാസ പാത്രമാകുന്ന തരത്തിലേക്ക്, അതായത് ചാൾസ് ശോഭരാജ് ജയിൽ ചാടി, അതുപോലെ തന്നെ റിപ്പർ ജയാനന്ദൻ ചാടി, ആ ചാട്ടങ്ങളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഈ ചാട്ടം അത്ര വലിയൊരു ചാട്ടമൊന്നുമല്ല എന്ന് വിവരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന തരത്തിൽ നിന്നാണ് ഞാൻ ഈ ചർച്ച തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. മാധു, ഞാൻ ഈ വിഷയത്തിൽ മാത്രം ഊന്നി സംസാരിക്കാം, കാരണം അത്രത്തോളം ജനങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. നീ സത്യം അറിയണം. ജയിലിനെ കുറിച്ച് ഞങ്ങൾക്ക് നേരത്തെ അറിയാം. കണ്ണൂർ ജില്ലയിലെ ജയിലിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വീണ്ടും ഒരു അന്വേഷണവും പഠനവും നടത്തി. ഇതിലെന്തോ ദുരൂഹതയുണ്ട്. അവിടെ CPM നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും അവരുടെ കേസിലെ പ്രത്യേകിച്ച് കൊലക്കേസ് പ്രതികളുടെയൊക്കെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു പേര് കണ്ണൂർ സെൻട്രൽ റിസോർട്ട് എന്നാണ്. പ്രകാശ് മാഷ് അല്ലെങ്കിൽ എതിർത്തോളൂ. ഈ ലോകത്ത് ഇവന് മാത്രം ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സരളാദേവി, CPM-ന്റെ നേതാവും തൃക്കരിപ്പൂർ MLA ആയിട്ടുള്ള രാജഗോപാൽ, ആ പാർട്ടിയുടെ തന്നെ സംസ്ഥാന സമിതി അംഗം ശ്രീ P. ജയരാജൻ, ഇവരൊക്കെ അടങ്ങുന്ന ഒരു ജയിൽ മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് അവിടെ ഉള്ളത്. ഏകദേശം ഇവിടുത്തെ ക്രമസമാധാനം മനസ്സിലായില്ലേ? ഒരു കേസ് അന്വേഷണത്തിന് പോയ തിരുവനന്തപുരത്തുള്ള ഒരു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ഇന്ന് മാതൃഭൂമി ചാനൽ തന്നെ ഒരു ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞത്, അവിടെ അദ്ദേഹം ഒരു പ്രതിയെ ചോദ്യം ചെയ്യാൻ പോയി, ജയിലിനകത്തുള്ള പ്രതിയെ. 3 ദിവസം അദ്ദേഹം അവിടെ കറങ്ങി നടന്ന് അപേക്ഷിച്ചിട്ടാണ് ജയിൽ ഉദ്യോഗസ്ഥനോട് DSP ചോദ്യം ചെയ്യാൻ സാധിച്ചത്. അദ്ദേഹം പറയുന്നത് ആ ജയിലിൽ ശിക്ഷയ്ക്ക് വിധിച്ച് കിടക്കുന്ന CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാവാണ് ആ ജയിലിലെ സൂപ്രണ്ടന്റ് റോൾ വഹിക്കുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് അധപ്പതിച്ച ഒരു സിസ്റ്റമാണ് കണ്ണൂർ ജയിലിലുള്ളത്. ഇവിടെ എന്താണ് ഇന്നൊക്കെ പുറത്തു വരുന്ന വാർത്ത? ഈ ഗോവിന്ദച്ചാമി അയാൾ പറയുകയാണ്, 3 വർഷം മുമ്പ് മരപ്പണിക്ക് വന്ന ഒരു ആശാരിയുടെ കയ്യിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റിയ ഹാക്സാ ബ്ലേഡ് ഞാൻ 3 മാസം എന്റെ സെല്ലിൽ സൂക്ഷിച്ചിരുന്നു. മാധു, സമരത്തിന്റെ പേര് ഞാനും ജയിലിൽ കിടന്നിട്ടുണ്ട്. ജയിൽ കിടക്കുമ്പോഴേക്കും ഞങ്ങളുടെ റൂമുകളൊക്കെ തന്നെ, നമ്മുടെ റൂമുകളൊക്കെ തന്നെ വന്ന് പരിശോധിക്കും. വന്നിട്ട് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് പോലും ഞങ്ങളുടെയൊക്കെ സെല്ലുകൾ പരിശോധിക്കുമായിരുന്നു. അതെ, അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. അങ്ങനെ പരിശോധന നടക്കുമ്പോൾ ഒരു കൊടും ക്രിമിനൽ കേസിലെ പ്രതി 3 വർഷം ഹാക്സാ ബ്ലേഡ് സ്വന്തം സെല്ലിൽ സൂക്ഷിച്ചിട്ട് ആരും കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ എന്റെ പ്രകാശം മാഷേ, എന്റെ ജയ്സ, നിങ്ങൾ എന്ത് ആരെയാ നിങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്? എന്നിട്ട് അയാൾ പറയുകയാണ്, ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ മൊബൈൽ നോക്കിയിരിക്കും. അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധ പരീക്ഷിക്കാൻ വേണ്ടി ഗോവിന്ദച്ചാമി ഗ്ലാസും പ്ലേറ്റും ചുവരിൽ എറിഞ്ഞ് ശബ്ദം ഉണ്ടാക്കുമായിരുന്നു. കാരണം ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലേ നോക്കാൻ വേണ്ടി. ശ്രദ്ധിക്കില്ല. കാരണം എന്താണ്? ഈ ജയിലിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ ചെവിയിൽ ഈ ഹെഡ്ഫോൺ വെച്ചിട്ട് മൊബൈൽ നോക്കി കളിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥന്മാർക്ക്, വാർഡന്മാർക്ക് പണം കൊടുത്ത് അവരെ കൈക്കലാക്കാമെന്നുള്ള വിശ്വാസം ഗോവിന്ദച്ചാമിയെ രക്ഷിക്കാൻ ശ്രമിച്ചവർക്കുണ്ട്. ഒരു കാരണവശാലും ഒറ്റക്കയ്യൻ ഗോവിന്ദച്ചാമി ഒറ്റയ്ക്ക് ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടില്ല. 7 അടി 8 അടി 10 അടി പൊക്കമുള്ള 3 മതിലുകൾ ചാടിക്കടന്ന ഒരു തുണി എറിഞ്ഞ് അദ്ദേഹം രക്ഷപ്പെടില്ല. അവിടുത്തെ സമ്പൂർണ്ണ സഹായം ലഭിച്ചിട്ടുണ്ട്. പണം പുറത്തുനിന്ന് എത്തിയിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി ആഭ്യന്തര വകുപ്പ് സിസ്റ്റം തകരാറായി കണ്ണൂർ ജയിലിൽ കുത്തഴിഞ്ഞതുകൊണ്ടാണ് രക്ഷപ്പെടാൻ സാധിച്ചെന്നുള്ള യാതൊരു സംശയമില്ല. ഇതാണ് BJPയുടെ ഭാഗത്തു നിന്നുള്ള ആരോപണം. സന്തോഷായി, നല്ല സന്തോഷമായി. ഇപ്പോ കോൺഗ്രസിന്റെയും BJPയുടെയും ആളുകൾ സംസാരിക്കുന്നത് കേട്ടാ തോന്നുക എന്തോ ഈ പറയുന്ന ജയിൽ ചാടിയ ആളുകൾക്ക് ഇടതുപക്ഷം അനുകൂലവും കോൺഗ്രസും BJPയും എല്ലാം എതിരാണ് എന്നാണ്. അങ്ങനെയല്ലല്ലോ. സംശയിക്കരുത്. എങ്ങനെയാണ് ഗവൺമെന്റ് ആ കാര്യത്തെ എടുത്തത്? മേധാവി അവിടെ വന്നു, ആ കാര്യങ്ങളെ സംബന്ധിച്ച് അടിയന്തര അന്വേഷണ ഉത്തരവിട്ടു. പ്രാഥമിക അന്വേഷണത്തിൽ 4 പേരെ സസ്പെൻഡ് ചെയ്തു. അതൊരു പുതിയ കാര്യമല്ലല്ലോ. ജനങ്ങളുടെ ആശങ്ക പരിഗണിച്ചുകൊണ്ട് ഗോവിന്ദച്ചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്കാൻ വേണ്ടി മാത്രമല്ല, അദ്ദേഹത്തെ സിംഗിൾ സെല്ലിൽ അടക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഗൗരവത്തോടെയാണ് ആ കാര്യം ഈ ഗവൺമെന്റ് കാണുന്നത് എന്നുള്ള പോസിറ്റീവ് കാര്യം കാണണ്ടേ? കാര്യത്തിൽ അവിശ്വസിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് പക്ഷേ സർക്കാരിന്റെ ഉത്തരവാദിത്തം. ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും അതിനൊപ്പം ഇത്തരം വീഴ്ചകൾ ഉണ്ടാകാതെ നോക്കുക എന്ന് പറയുന്നതും അതിനുള്ള ഇച്ഛാശക്തി പ്രകടമാക്കുകയും ദീർഘവീക്ഷണം പ്രകടമാക്കുകയുമാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തം. ചെയ്യുന്നതെല്ലാം കേമം എന്ന് പറഞ്ഞാൽ പോരാ. വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇപ്പോ നമുക്ക് CCTV വെക്കാം, നമുക്ക് പ്രത്യേക സമിതി രൂപീകരിക്കാം, നമുക്ക് ഇതെല്ലാം ചെയ്യാം. ഭരണപരാജയം എന്ന വാക്ക് ഉച്ചരിച്ചു പോയാൽ അതിന്റെ ഒരു നിമിഷം ന്റെ പരിണിത ഫലം എന്താണെന്നും ആക്രമണം എത്രത്തോളമാണ് എന്നും എനിക്ക് വ്യക്തമായി അറിയാവുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, ഭരണപരാജയത്തിന് എന്ത് ചെയ്യും, എന്ത് പരിഹാരം ചെയ്യും? AI സർക്കാർ ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് AI ക്യാമറ വെക്കാൻ പറ്റുള്ളൂ ജയിലിൽ. മാധു, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ മാതൃഭൂമി എന്ന് പറയുന്ന ഈ ചാനൽ എല്ലാ ദിവസവും ചർച്ച നടത്തുന്നുണ്ട്. നിങ്ങൾ ഗവൺമെന്റ് കൈകാര്യം ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യത്തെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ഒരു 4 മാസത്തിനുള്ളിൽ
ഒരു വിഷയം ചർച്ച ചെയ്തായിരുന്നു പറഞ്ഞട്ടെ. എന്താ ചിരിക്കുന്ന? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു. അതെ, അതാ എനിക്ക് ചിരി വന്നത്. ഉണ്ടാവില്ല. പക്ഷെ വിഷയമില്ലാത്തൊരു ദിവസം തന്നാൽ മതി. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളില്ലാത്തൊരു ദിവസം കൂടി ഉണ്ടാകണമല്ലോ. ഉണ്ടാവില്ല. പക്ഷെ വിഷയമില്ലാത്തൊരു ദിവസം തന്നാൽ മതി. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളില്ലാത്തൊരു ദിവസം കൂടി ഉണ്ടാകണമല്ലോ. ഭാഷ മനസ്സിലാവുണ്ടല്ലോ. ഒന്നിനും കൊള്ളരുതാത്തവരാണെന്ന് വരുത്തി തീർത്തിട്ട് പുകച്ചു പുറത്തിയായിരിക്കും. ഉണ്ടാവോ? പ്രശ്നം ഉണ്ടാവുമല്ലോ. ഞാൻ പറയുന്നത് ഈ ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന 100,000 നല്ല കാര്യങ്ങളുണ്ട്. ഒരൊറ്റ വിഷയം പോലും മാതൃഭൂമി ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താമായിരുന്നു. നമ്മൾ 1ാം സ്ഥാനത്താണെന്ന് സർക്കാരും മന്ത്രിയും അടക്കം എല്ലാവരും പറഞ്ഞു. പക്ഷെ കേന്ദ്രം വന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അങ്ങനെ ഒരു റാങ്കിംഗ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവിടെ അത് കൊട്ടിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഉള്ള കാര്യം തുറന്ന് പറയുന്നതിന് ആരെയും പേടിക്കണ്ട. അതുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു മാനദണ്ഡമാണെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു മാനദണ്ഡമാണ് എന്ന വിവരം കേന്ദ്രമന്ത്രി വന്ന് പറയുന്നത് വരെ സർക്കാരിന് പറയാനുണ്ടായിരുന്നില്ല. പിന്നീടാണ് അത് ലഘൂകരിച്ച് ഈ പറയുന്ന അതിലൊരു മാനദണ്ഡം എന്ന നിലയ്ക്ക് വന്നത്. അതുവരെ പറഞ്ഞതും ദേശാഭിമാനി പത്രത്തിൽ മന്ത്രി തന്നെ ലേഖനം എഴുതിയതും എല്ലാം ഈ പറയുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം റാങ്ക് എന്ന് പറഞ്ഞായിരുന്നു. നല്ലത് പറയണമെന്നുണ്ട്. പക്ഷേ ലോകത്ത് ഉള്ള കാര്യത്തെ നമുക്ക് അമൂർത്തമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, മൂർത്തമായ കാര്യം ഞാൻ പറയാം. ഇന്ത്യയിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം സ്ഥായിയായി നിൽക്കുന്ന ഇന്ത്യ 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. പ്രഖ്യാപിച്ച കൊല്ലം ഇന്ത്യയിൽ ഏറ്റവും വലിയ ആളുകൾക്ക് PSC നിയമനം കൊടുത്ത ഗവൺമെന്റ് ഈ ഗവൺമെന്റാണ്. RBI പറഞ്ഞു, നിങ്ങൾ ചർച്ച ചെയ്തില്ലല്ലോ. ഈ കഴിഞ്ഞ 10 കൊല്ലത്തെ ചരിത്രത്തിൽ കേരളത്തിൽ ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാന വളർച്ച ഉണ്ടാക്കിയ സ്റ്റേറ്റ് കേരളമാണ്. നിങ്ങൾ ചർച്ച ചെയ്തില്ലല്ലോ. ഇങ്ങനെ 100,000 കാര്യം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പൊ മാധു അങ്ങനെ ചെയ്യുന്നോ ഇല്ല എന്നുള്ളതല്ല. നിങ്ങളുടെ മാധ്യമം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെന്റിനെ താറടിച്ച് കാണിക്കാനും ഈ ഗവൺമെന്റിന്റെ പോരായ്മകളെ അതിനെ പർവ്വതീകരിച്ച് പറയുമ്പോൾ ആർക്കെങ്കിലും വേദന തോന്നുകയും ഒളിച്ചു വെക്കാൻ ആഗ്രഹമുള്ളതുമായ കാര്യങ്ങൾ മാഷെ, അതാണ് വാർത്ത എന്നുള്ളതാണ് ജേർണലിസം പഠിക്കുന്നത്. ബാക്കിയെല്ലാം പരസ്യമാണ് എന്നാണ് പറയുന്നത് മാഷെ. നമ്മൾ പരസ്യത്തിന് വേണ്ടി ഇവിടെ PRD ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ധാരാളം കടലാസ് ഉദ്യോഗസ്ഥ തസ്തികകളിൽ ഇഷ്ടം പോലെ ആളുകൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ് സർക്കാരിന്റെ തന്നെ ശമ്പളം വാങ്ങി ക്യാപ്സൂൾ തയ്യാറാക്കുന്നുണ്ട്. ഒന്നും പോരാഞ്ഞിട്ട് ഈ പറയുന്ന സർക്കാരിനോട് ആഭിമുഖ്യമുള്ള മാധ്യമങ്ങൾ അങ്ങനെ തന്നെ ആ തൊഴിലെടുക്കുന്നുണ്ട്. പാർട്ടി ചാനലുകളും പത്രങ്ങളും അടക്കമുള്ളവ അങ്ങനെയുണ്ട്. പിന്നെ എല്ലാവരും കൂടി നല്ലത് പറയാൻ പോയാൽ നമ്മൾ ആകെ അങ്ങ് നന്മ മരങ്ങളായി പോകില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. പക്ഷേ നമുക്ക് അങ്ങനെ പരസ്യം എന്നുള്ളതല്ല, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ മാസ് കമ്മ്യൂണിക്കേഷനിൽ വിദ്യാഭ്യാസം ചെയ്ത ഒരു വിദ്യാർത്ഥിയാണ്. ജേർണലിസം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തനം പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങേക്ക് വാർത്തയെ പറ്റി ആധികാരികമായി പറയാനുള്ള, അല്ലെങ്കിൽ തന്നെ അങ്ങയുടെ പൊതുപ്രവർത്തന ജീവിതത്തിലൂടെ അങ്ങ് സ്വാംശീകരിച്ചിരിക്കുന്ന അറിവൊക്കെ പറയുക എന്ന് പറയുന്നതിനെ ഞാൻ ബഹുമാനപൂർവ്വം കാണുന്നുണ്ട്. പക്ഷെ ആ വിഷയം ചർച്ച ചെയ്യണം എന്ന് പറയുന്നതിനെയും ആ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നതിനെയും പിന്നിലെ താല്പര്യങ്ങളൊക്കെ നമുക്ക് ഇത്രയും കാലത്തിനിടയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ക്ഷമിച്ചൂടെ? ഇക്കാര്യത്തിൽ ക്ഷമിക്കാനാവില്ല. മാത്രമല്ല, എനിക്ക് ആരുടെ ഉപദേശം ആവശ്യമില്ല. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ സുരക്ഷ എന്ന് പറയുന്നതിൽ വലിയ പ്രശ്നമുണ്ട്. ഇന്നലെ സൗമ്യയുടെ അമ്മ മിക്കവാറും മാധ്യമങ്ങളിലൊക്കെ ചർച്ചയ്ക്കിരിക്കുകയാണ്. ആ സ്ത്രീ ഇത്രമേൽ വിധി വേട്ടയാടിയ ഒരു സ്ത്രീ എന്ന് പറയുന്നത്, ഉള്ളവരെല്ലാം പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ട ഒരു അമ്മ ഇന്നലെ ഗോവിന്ദചാമി ജയിൽ ചാടിക്കഴിഞ്ഞ് നേരെ അവരെ പോയി എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ല വീണ്ടും കേരളത്തിന് മുന്നിൽ വന്ന് നിൽക്കുന്നത്. അത് കേരളത്തിൽ ബാക്കിയുള്ള പെൺകുട്ടികളെ കുറിച്ച് ഓർത്താണ്, അവരുടെ അമ്മമാർ തിന്നേണ്ടി വരുന്ന വേദനയെ കുറിച്ച് ഓർത്താണ്. അറിയാതെ പരാജയപ്പെട്ടു പോകുന്ന സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ആര് മറുപടി പറയും? അല്ല മാധു, അതിന് മറുപടി പറയാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആള് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം തന്നെയാണ്. ഒന്ന് സുഹൃത്തുക്കളെ, ഞാൻ അറിഞ്ഞാലല്ലേ എനിക്കത് തടയാൻ പറ്റൂ. അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞു മാറ്റമാണ്. സ്വന്തം വീട്ടിലെ സംഭവവികാസങ്ങൾ അറിയാത്ത കോട്ടപ്പള്ളിക്ക് എങ്ങനെ ആഗോള പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റും? കാരണം സൗമ്യയുടെ അമ്മയുടെ ആ സങ്കടം നമ്മൾ ഇന്നലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരുന്നതാണ്. കേരളത്തിലെ മുഴുവൻ സ്ത്രീകളും ഇത്തരത്തിലുള്ള ആശങ്ക ഇന്നലെ പങ്കുവെച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നമ്മൾ സുരക്ഷയില്ല എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനുമാണ് സുരക്ഷയില്ലാത്തത്. ജനങ്ങളുടെ സുരക്ഷ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. സകല ക്രിമിനലുകൾക്കും എല്ലാവിധ സുരക്ഷയും കിട്ടുന്ന ഒരു ഇടമാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം TP ചന്ദ്രശേഖരൻ കേസിലെ കൊലപാതകികൾക്ക്, കൊടും കുറ്റവാളികൾക്ക് പരമാവധി പരോള് നൽകുകയാണ്, അനധികൃതവും അധികൃതവുമായിട്ടുള്ള രീതിയിൽ എല്ലാ രീതിയിലും കൊടുക്കുന്നു. കഞ്ചാവ് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നു, ജയിലിൽ ഇരുന്നുകൊണ്ട് സ്വർണ്ണം പൊട്ടിക്കലിന് നേതൃത്വം കൊടുക്കുന്നു, തട്ടിക്കൊണ്ടുപോലും കൊട്ടേഷൻ എടുക്കുന്നതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നു. ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ. അത്യാധുനിക സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നു, മൊബൈൽ ഫോണും ഇന്റർനെറ്റ് ഫെസിലിറ്റി എല്ലാം കിട്ടുന്നു, സുഭിക്ഷമായിട്ട് സുഖലോലുപതയിൽ അവരോട് ജീവിക്കുന്നു. അത്
ഒന്നാമത്തെ പുതിയൊരു ജയില് നിർമ്മിക്കുന്നതിനെ കുറിച്ചിട്ട്, അതായത് പുതിയ ജയിലുകൾ നിർമ്മിക്കുന്നു, സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ സർക്കാരിന്റെ കാലാവധി തീരാൻ പോവുകയാണ്. അപ്പോഴാണ് ഈ സർക്കാർ പുതിയ ജയിലുകൾ നിർമ്മിക്കുന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നത്. നിന്റെ തല ഭയങ്കര തന്നെ. ഞാൻ വിചാരിക്കുന്നത് ഈ ജയിലുകൾ നിർമ്മിച്ച് ഊരാളുങ്കൽ സൊസൈറ്റി പോലെയുള്ള ഇവരുടെ തന്നെ ഏതെങ്കിലും ഒരു സംവിധാനത്തിന് കൊടുത്ത് അതിന്റെ കമ്മീഷൻ അടിക്കാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങളുടെ ഇടയിൽ വലിയൊരു അരക്ഷിതാവസ്ഥ ബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഗോവിന്ദചാമിയെ ഇത്തരത്തിലുള്ള ആളുകൾ തന്നെ തുറന്നു വിട്ടതാണോ എന്ന് പോലും നമ്മൾ സംശയിക്കണം. ക്യാമറ ഒന്നും ഇത് കണ്ടുപിടിക്കുന്നില്ല. ഏതൊക്കെയോ CCTV-യിൽ ഗോവിന്ദചാമി വളരെ സ്ലോ മോഷനിൽ നടന്നു പോകുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും മണിക്കൂർ ഇട്ടിട്ടും ഗോവിന്ദചാമിയെ നമ്മൾ പോലീസല്ല പിടിച്ചത്, നാട്ടുകാരും മാധ്യമങ്ങളും കൂടി പിന്നാലെ നടന്ന് ജാഗ്രതയോടെ കണ്ടുപിടിച്ചത് കൊണ്ട് എളുപ്പത്തിൽ കിട്ടി. അപ്പൊ നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ആളുകളുടെ ഇടയ്ക്ക് ഒരു ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് പുതിയ ജയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ VS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട വാർത്തകൾ തമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തടയപ്പെടുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ ചെയ്തതാണോ എന്ന് പോലും സംശയിക്കണം. കാരണം ഈ സർക്കാർ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് അത്തരത്തിൽ സംശയത്തോടെ കാണാൻ പറ്റുള്ളൂ. എന്നോട്ട് വിശ്വാസമില്ലേ? ഇല്ല, ഒട്ടുമില്ല. നമുക്ക് തർക്കം ഉന്നയിക്കാൻ പറ്റില്ല. പിന്നെ അങ്ങൊരു ഗൂഢാലോചന സിദ്ധാന്തം പറഞ്ഞപ്പോൾ ശ്രീ പ്രകാശ് മാസ്റ്റർ അദ്ദേഹത്തിന് അതിൽ ഒരു എതിരഭിപ്രായം പറയുന്നുണ്ടായിരുന്നു. ഒരു കൈ മാത്രമുള്ള ഒരു മനുഷ്യൻ ഈ പറയുന്ന മുഴുവൻ സുരക്ഷാ ക്രമീകരണങ്ങളെയും ഇലക്ട്രിക് ഫെൻസിങ്ങിനെ പോലും അതെങ്ങനെയാണ് അതിനെ അതിജീവിക്കേണ്ടതെന്ന് പഠിച്ച് പ്രാവർത്തികമാക്കി പുറത്തിറങ്ങുന്ന കാലത്താണ് അത്തരം ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത്. ചുമ്മാ പറയിപ്പിക്കാനായിട്ട് എന്നെ കുറിച്ചിട്ട് എന്റെ ഒരു സാമാന്യ ബോധത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഒറ്റ കൈയുള്ള ഗോവിന്ദചാമിക്ക് 7.5 മീറ്റർ ഉയരമുള്ള മതിൽ ചാടിക്കിടക്കാനൊക്കെ അതുപോലെ ഇലക്ട്രിക് ഫെൻസിംഗിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നില്ല എന്നുള്ള അറിവൊക്കെ കിട്ടുന്നത്, ഇത്രയും സൗകര്യങ്ങൾ കിട്ടുന്നതിൽ എനിക്ക് സംശയമുണ്ട്. ഒരു സാധാരണക്കാരന് സംശയിക്കാനുള്ള അവകാശമെങ്കിലും നിങ്ങൾ അനുവദിച്ചു തരുമല്ലോ. അതിൽ സംശയം തോന്നിയതാ, ഇപ്പോ ഉറപ്പായി പറയുന്നത്. ഇനി ഷെറിനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഷെറിൻ കാരണം ഷെറിനെ അവരുടെ ആ സംശയം നിങ്ങൾ പിണറായി വിജയനോട് ചോദിക്കണം. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. അദ്ദേഹത്തോട് ചോദിക്കണം ആ സംശയം. ഈ ഷെറിൻ അതല്ല ഉദ്ദേശം. പിണറായി വിജയൻ മാത്രമല്ല ആഭ്യന്തരമന്ത്രി, ഉമ്മൻചാണ്ടി ആഭ്യന്തരമന്ത്രിയായിരുന്നു. അന്ന് കണ്ണൂർ സെൻട്രൽ ജയിലുണ്ട്. അല്ല, എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. വിഷയം നടപ്പുകാരിയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. അപ്പൊ CPM എന്തിന്റെ പേരിലാണ് ഷെറിനെ പുറത്തു വിട്ടത്? ഇനി ഒരു കാര്യത്തിന് പ്രകാശ് മാസ്റ്റർക്ക് മറുപടി പറയാൻ പറ്റുമോ? P. ജയരാജൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗം 2 കൊലക്കേസിലെ പ്രതിയാണ്. അദ്ദേഹത്തെ എങ്ങനെയാണ് നിങ്ങൾക്ക് ജയിൽ ഉപദേശക സമിതിയിൽ നിർത്താൻ പറ്റുന്നത്? അതിൽ എന്റെ മാഷെ, നിങ്ങളെ പോലുള്ള ആൾക്കാർ ഇവനെ പോലുള്ള ക്രിമിനൽസിന് വേണ്ടി വക്കാലത്ത് പറയരുത്. നിങ്ങൾ എന്ത് സന്ദേശമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് കൊടുക്കുന്നത്? നിങ്ങൾ പറയണം, P. ജയരാജൻ എന്ന് പറഞ്ഞ കൊലക്കേസ് പ്രതിയെ ജയിൽ ഉപദേശക സമിതിയിൽ വെച്ചിട്ട് അവരുടെ നല്ല നടപ്പിന് മാർക്കിടാനായിട്ട് നിങ്ങൾ നിശ്ചയിക്കുമ്പോൾ എന്ത് സന്ദേശമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് CPM എന്ന് പറഞ്ഞ പാർട്ടിയും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൊടുക്കുന്നത്? അപ്പോൾ ജയിലിൽ ഒരു പ്രതിയുടെ ആഹാര രീതി പോലും കൃത്യമായിട്ട് നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നിയമങ്ങൾ പറയുമ്പോൾ എഴുതി കൊടുത്ത ചപ്പാത്തി മാത്രമേ കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ എഴുതി കൊടുത്ത ഡോക്ടറുമായിട്ട് ജയിൽ സൂപ്രണ്ടോ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? താടിയെടുത്താൽ ഷേവ് ചെയ്യുന്നത് എനിക്ക് അലർജിയാണെന്ന് പറയുമ്പോൾ ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? അത് വലിയൊരു പോയിന്റ് അല്ലടോ. ഈ ക്രോഡിംഗ് ക്രിമിനലിനെ നിരീക്ഷിക്കുമ്പോൾ ഒരു പോക്കറ്റടിക്കാരനെയോ അല്ലെങ്കിൽ സൈക്കിളിൽ ഡൈനാമോ ലൈറ്റ് ഇല്ലാതെ പോയ ഒരാളിനെ നിരീക്ഷിക്കും പോലെയല്ല ഈ കൊടും ക്രിമിനലിനെ നിരീക്ഷിക്കും. ഇതൊക്കെ ജയിൽ ചട്ടത്തിലുള്ളതാണ്. ഗ്രേവ് ഒഫൻസ് ചെയ്തിട്ടാണ് ഇയാൾ വരുന്നത്. പറയുന്നതിലും കാര്യമുണ്ടെന്നേ. പിണറായി വിജയൻ ഗവൺമെന്റിന് പ്രകാശ് മാഷ് ഉൾപ്പെടുന്ന പാർട്ടിക്ക് ധൈര്യമുണ്ടോ കഴിഞ്ഞ 5-10 വർഷത്തിനിടയ്ക്ക് കണ്ണൂർ സെൻട്രൽ നിങ്ങളുടെ ഭാഷയിൽ റിസോർട്ട്, അതിന്റെ തൊട്ടടുത്തുള്ള മൊബൈൽ ടവറിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുള്ള കോളുകളുടെ എണ്ണം പരിശോധിക്കാൻ ധൈര്യമുണ്ടോ? മൊബൈൽ ഫോൺ ജയിലിനകത്ത് ഉപയോഗിച്ചുകൂടാ എന്നിരിക്കെ അവിടുത്തെ പ്രതികൾ, അവിടുത്തെ CPM-കാരായിട്ടുള്ള തടവ് പ്രതികൾ ആയിരക്കണക്കിന് കോളുകളാണ് എല്ലാ ദിവസവും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തേക്കും വിളിക്കുന്നത്. അവർക്ക് ഇൻകമിംഗ് കോൾസ് വരുന്നത് തോന്നി അതങ്ങനെ വരൂ. അവിടെ ഗോവിന്ദചാമിയെ ജയിൽ നിയമങ്ങൾ അനുസരിപ്പിക്കാൻ ശ്രമിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ഗോവിന്ദചാമി ജയിൽ ചാടിയതിനു ശേഷം അദ്ദേഹം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അപ്പൊ തന്നെ ലീവ് എഴുതി കൊടുത്തിട്ട് എവിടേക്കാണെന്നറിയാൻ പോയത്? വീട്ടിലേക്ക് പോയി ഭാര്യയും കൊഞ്ചും സ്വന്തം മക്കളെയും ചേർത്ത് പിടിച്ചു. കാരണം എന്താണ്? ചട്ടം അനുസരിപ്പിക്കാൻ ശ്രമിച്ച ഒരു ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, ഞാൻ പുറത്തിറങ്ങിയാൽ നിന്റെ കുടുംബത്തെ മുഴുവനും, ഞാൻ അവിടുത്തെ സ്ത്രീകളെ മുഴുവൻ ഞാൻ ബലാത്സംഗം ചെയ്യുമെന്ന് ഗോവിന്ദചാമി ജയിൽ വെച്ച ഉദ്യോഗസ്ഥനെ വെല്ലുവിളിച്ചു. ഒരു ഉദ്യോഗസ്ഥൻ മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒരു ഉദ്യോഗസ്ഥനും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിനർത്ഥം ചുരുക്കം ചില ഉദ്യോഗസ്ഥർ മാത്രമേ ഗോവിന്ദചാമിയെ ജയിൽ നിയമങ്ങൾ അനുസരിക്കാൻ വേണ്ടി കമ്പൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് വെളിവാക്കുന്നത് കണ്ണൂർ ജയിലിൽ ജയിൽ ചട്ടങ്ങൾ അനുസരിക്കാതെയും അത് പാലിക്കാതെയും ആർക്കും യഥേഷ്ടം എന്തും ചെയ്യാം. ഈ വക സർക്കാരിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞ ആവശ്യമാണ്. 10,000 പ്രതികൾ കൂടി 7,000 പേരുള്ളടുത്ത് 10,000 പേര് വന്നെങ്കിൽ അഡീഷണൽ 3,000 പേര് താമസിക്കാനുള്ള ജയിൽ നിർമ്മിക്കുവാനുള്ള പണം നിങ്ങൾക്ക് ഞാനും ഈ നാട്ടിലുള്ളവർ നികുതി തരുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും കാലം അത് ചെയ്തില്ല? ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അപ്പോൾ അമ്പേ പരാജയപ്പെട്ട ഒരു സിസ്റ്റം, അമ്പേ പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ്. ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.